നമ്മളെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ചിത്ര ചേച്ചി, ശരത് സർ ആൻഡ് ശ്രീയേട്ടൻ. നമ്മൾ എല്ലാ വർഷവും റെഗുലറായി വരുന്ന ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് തന്നെയാണ് ഇന്ന് വീണ്ടും ഈ സീസൺ 4 തിരിച്ചെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം വന്നതിനെക്കാട്ടും ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഈ ഗസ്റ്റ് വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദ ലവ്ലി കാർത്തിക. നല്ല യാത്രയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു യാത്രയാണിത്. സോ കാർത്തിക, ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു ഐഡിയ സ്റ്റാർ സിംഗർ. സീസൺ 4 2007 വന്നു, 8 വന്നു, ഇപ്പൊ ഇതാ 2009 എത്തി. പക്ഷെ ആ ചെറിയ വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം മിസ് ആയിരുന്ന ആളിപ്പം മിസ്സസ് ആണല്ലേ. സോ കൺഗ്രാറ്റുലേഷൻസ് ഞങ്ങളുടെ എല്ലാവരുടെയും മക. താങ്ക് യു സോ മച്ച്. അതെന്താ ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ട് ഞാനെപ്പോഴും സിംഗിൾ ആണെന്ന്. സോ കാർത്തിക, ഇപ്രാവശ്യത്തെ എപ്പിസോഡൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്നുവെച്ചാൽ ഫസ്റ്റില് കണ്ട പോലെ അത്ര പക്ഷെ ഒന്നുമല്ല, കുറച്ചൊരു 2-3 പടത്തിന്റെ തിരക്കിലായി പോയതുകൊണ്ടാണ്. ഇപ്പൊ എന്താ കറന്റ് പ്രോജക്ട്സ്? ഇപ്പൊ ഒരു തമിഴ് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എലിമിനേഷനിൽ മുമ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അതിവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഈശ്വര, ഞാൻ എന്താ പറയാ, എനിക്കൊരു പ്രാർത്ഥിച്ചിട്ടുണ്ട് എലിമിനേഷൻ റൗണ്ടിൽ വരരുത്, കാരണം ഒരു സങ്കടമായാലോ, ഞാൻ പേര് പറഞ്ഞിട്ട് പുറത്താക്കിയാലോ. അതെ അതെ, അതാ ഞാൻ ചോദിച്ചു. ഇതെന്തായാലും ഇന്ന് എനിക്ക് എല്ലാ പ്രാക്കും ഉറപ്പാണ്. സോ കാർത്തിക, ഞങ്ങളുടെ എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും ഒരുമിച്ച് കാണാനുള്ള റെയർ ഓപ്പർച്യൂണിറ്റി എലിമിനേഷൻ എപ്പിസോഡ്സിൽ മാത്രമേ നടക്കാറുള്ളൂ. അതാദ്യം ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്ന ശിക്ഷയാണ്. ശിക്ഷയല്ല, ഇറ്റ്സ് an advantage, babe. സോ നമ്മളുടെ എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. 22 പേരാണുള്ളത്. Come on guys. വേദിയിൽ നിൽക്കുന്ന 22 കണ്ടസ്റ്റന്റ്സ് ആണ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 7th സ്റ്റേജിൽ കമ്പീറ്റ് ചെയ്തത്. എന്തായാലും ഡേഞ്ചർ സോണിലെ കണ്ടസ്റ്റന്റ്സിന്റെ പേര് പറയുന്നതിന് മുമ്പ് നമ്മളെയൊക്കെ ഒന്ന് കാം ചെയ്യാനായി നമുക്ക് കണ്ടസ്റ്റന്റ്സിന്, ഡേഞ്ചർ സോണിൽ എത്തിയ കണ്ടസ്റ്റന്റ്സിന് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ആയി ഒരു ഒരു പ്രാർത്ഥനാ ഗാനം. നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? യാ, alright, 22 പേരാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഈ 22 കണ്ടസ്റ്റന്റ്സിൽ നിന്നും 8 പേരാണ് അവരുടെ മാർക്സിന്റെ അടിസ്ഥാനത്തിൽ ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുന്നത്. ദ ലോവസ്റ്റ് 8. അവരുടെ പേര് ഞാൻ അനൗൺസ് ചെയ്യാം. അവർ മാത്രം സ്റ്റേജിൽ നിൽക്കുക. റെസ്റ്റ് ഓഫ് യു കൻ ഗോ ഔട്ട്സൈഡ്. ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുന്ന കണ്ടസ്റ്റന്റ്സ്: ശ്രീലക്ഷ്മി. കഴിഞ്ഞ സ്റ്റേജിൽ എന്റെ ഫ്യൂഷൻ റൗണ്ട് കുറച്ച് മോശമായിരുന്നു, അപ്പൊ അത് കാരണമാണ് ഇപ്പൊ ഡേഞ്ചർ സോണിൽ വരേണ്ടി വന്നത്. മഞ്ജുഷ. കോമ്പറ്റീഷൻ നല്ല ടൈറ്റ് ആയിട്ട് വരിക, എനിക്ക് 2-3 സ്റ്റേജും കൂടി പോണമെന്നുണ്ട്. ശരത്. ഈ പ്രോഗ്രാം കണ്ട് നമുക്ക് കിട്ടുന്ന മാർക്കിലുപരി പ്രോഗ്രാം കണ്ട് വിലയിരുത്തി നമുക്ക് തരുന്ന സ്നേഹം, സപ്പോർട്ട്, ഇതൊക്കെയാണ് ഓരോ കണ്ടസ്റ്റന്റിന്റെയും വിജയം. അജ്മൽ. മത്സരം മുറുകി വരികയാണ്. അപ്പൊ ഇനി അടുത്ത സ്റ്റേജിലൊക്കെ പാടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഡേഞ്ചർ സോണിലാണ്. അരുൺ നായക്. ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും മാത്രമാണ് എന്റെ ധൈര്യം. സുധീഷ്. ആദ്യമായിട്ടാണ് ഞാൻ ഡേഞ്ചർ സോണിൽ വരുന്നത്, അതിന്റെ ടെൻഷനൊക്കെ ഉണ്ട്. നിതിൻ ലാൽ. അടുത്ത സ്റ്റേജിലേക്കൊക്കെ കടക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, എന്താണെന്ന് അറിയില്ല. ആൻഡ് ആര്യാനന്ദ്. ജഡ്ജസിനോടൊപ്പം നിങ്ങൾക്ക് വിധിനിർണ്ണയിക്കാൻ കഴിയുന്ന ഏക അവസരമാണ് എലിമിനേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രേക്ഷകരുടെ SMS സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഇനി കാർത്തികയുടെ റെസ്പോൺസിബിലിറ്റി തുടങ്ങാണ്. അപ്പോ ഈ 8 പേരിൽ നിന്നും 2 പേർക്ക് പാടി 8th സ്റ്റേജിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇനി ഒരുങ്ങുന്നത്. സോ 2 ഗ്രൂപ്പായിട്ട് ഇവരെ തിരിച്ചിട്ടുണ്ട്. ആ ടേബിളിൽ 2 എൻവലപ്സ് ഇരിപ്പുണ്ട്. കാർത്തിക ഇഷ്ടമുള്ളത് പോയി എടുത്തു.